സ്വർഗത്തിന്റെ മക്കളാകണമെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയിൽ വളരണം. വിശുദ്ധിക്കെതിരായി പാപം ചെയ്യരുത്. അതാര് നിർബന്ധിച്ചാലും പരിയപുരോത്തി പുണ്യവതിയെ വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപം ചെയ്യിക്കാൻ ശത്രു വരുമ്പോൾ അവൾ അതിന്റെ മുമ്പിൽ നമുക്കറിയാം, അവൻ കടാര കൊണ്ട് അവളെ കുത്തി കൊല്ലുമ്പോൾ അത് വിശുദ്ധി എന്ന ഉന്നത്തിന് വേണ്ടിയാണ് അവൾ ആ മരണം കയറുന്നത്. അതൊക്കെ അറിയതാണ്. അല്ലാതെ ഈ രണ്ടു വള്ളത്തെ കാല് വെച്ചുകൊണ്ടുള്ള ഹല്ലേലൂയ വിളിയോ യേശുവേ സ്തോത്രമൊന്നുമില്ല. രണ്ടു തരത്തിലുള്ള ജീവൻ വെച്ചുകൊണ്ട് എല്ലാവരോടും കോംപ്രമൈസ്. പാപത്തെ കാണുമ്പോൾ വീട്ടിൽ കയറ്റി ഇരുത്തുകയോ നാട്ടിൽ കൊണ്ടുപോവുകയോ പോകുന്ന വഴിയെല്ലാം കൊണ്ടുപോവുകയോ അങ്ങനെ പോകുന്നവന്റെ ഈ കള്ള ക്രിസ്ത്യാനി ആകരുത്. ക്രിസ്ത്യാനി ആകുകയാണെങ്കിൽ നല്ല ക്രിസ്ത്യാനി ആകണം, വിശുദ്ധനായ ക്രിസ്ത്യാനി.